ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയാണ് എന്ന വിചാരത്തോടു കൂടി ആരും മഹാരാജ കാണരുത്. കാരണം പടം വേറെ ലെവലാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങളെ ഞെട്ടിച്ചിരിക്കും. വേണമെങ്കിൽ തമിഴിലെ ഒരു ക്രിസ്റ്റഫർ നോളൻ എഫക്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പടത്തിന്റെ ടൈം ലൈൻ അത്ര മനോഹരമായാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല ടൈം ലൈനുകൾ മാറുന്നത്. നമുക്ക് ആദ്യം മനസ്സിലാകുക പോലുമില്ല ഇത് ഏത് ടൈം ലൈനിലാണ് പടം പോകുന്നതെന്ന് പോലും. ആദ്യം ടൈം ലൈൻ എന്ന കൺസെപ്റ്റേ നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ പടത്തിന്റെ അവസാനത്തോട് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എത്ര ഭംഗിയായിട്ടാണ് ഇവരിത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നും മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ബ്രില്യന്റ്. ഇത്ര മനോഹരമായ ഒരു തിരക്കഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തിരക്കഥയുടെ പവറാണ് ഒരു സിനിമ എന്ന് പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മഹാരാജ. നമസ്കാരം, മഹാരാജ മൂവി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറപ്പായും ഈ പടം നിങ്ങൾ കാണണം. അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും പടത്തിന്റെ തിരക്കഥ തന്നെയാണ്. ഇത്ര കണ്ണിങ് ആയിട്ടുള്ള, ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള, ഇത്ര സൂക്ഷ്മമായ തിരക്കഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് പടം ഇത്രയും മനോഹരമായി നമുക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ പടത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പെർഫോമൻസ്. വിജയ് സേതുപതിയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം ഒരു നോർമൽ മനുഷ്യനല്ല. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ റിഫ്ലെക്സുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ആദ്യമേ തന്നെ പടം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥാപാത്രം വളരെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ പടത്തിലെ ഓരോ കഥാപാത്രങ്ങളും, പടത്തിലെ മെയിൻ വില്ലനായി നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന പോലീസുകാരനടക്കം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് വളരെ ഭംഗിയായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രം എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ മോഡ് ഓഫ് തിങ്കിങ് എങ്ങനെയാണെന്നും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത്ര മനോഹരമായിട്ടാണ് തിരക്കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നടന്മാരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിജയ് സേതുപതിയുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. വിജയ് സേതുപതി മാത്രമല്ല, പടത്തിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനുരാഗ് കശ്യപ്, എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനുരാഗ് കശ്യപിന്റേത്. അദ്ദേഹം തമിഴ് സിനിമയിലേക്ക് ആദ്യം വന്നപ്പോൾ നമ്മൾ ലിയോയിൽ കണ്ടപ്പോൾ നമ്മുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞായിരുന്നു. കാരണം ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ എന്തിനാണ് വെറുതെ വെടികൊണ്ട് മരിക്കാൻ മാത്രമായിട്ട് ലിയോയിലേക്ക് അവർ കൊണ്ടുവന്നത് എന്ന്. എന്നാൽ ആ ബുദ്ധിമുട്ട് നമുക്ക് ഈ പടത്തിൽ മാറിക്കിട്ടും. കാരണം നായകനോടൊപ്പം അല്ലെങ്കിൽ വിജയ് സേതുപതിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ എക്സ്പ്രഷനുകൾ, അദ്ദേഹത്തിന്റെ മൈന്യൂട്ട് ആക്ടിങ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ആ കഥാപാത്രമായി ജീവിച്ചു എന്ന് തന്നെ പറയണം. ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസ്, ആ കഥാപാത്രത്തിന്റെ മൈൻഡ്, ആ കഥാപാത്രത്തിന്റെ മോഡ് ഓഫ് തിങ്കിങ്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ തിരക്കഥയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് ആയിട്ടുള്ള കാര്യം. അത് ഏറ്റവും നല്ല തിരക്കഥയായിരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പോർഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഒരു വില്ലൻ കഥാപാത്രമായിട്ട് പോലും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വില്ലനുള്ളിലും ഒരു നായകനുണ്ട്, ഒരു മനുഷ്യനുണ്ട്. ഒരു മനുഷ്യനെ തന്നെയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊന്നുമല്ല, ആ മനുഷ്യന്റെ മനസ്സ്, ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ്, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അനുരാഗ് കശ്യപ് നമുക്ക് കാണിച്ചു തന്നു. വേറെ ലെവൽ. നമ്മളത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്. പടത്തിന്റെ ട്രെയിലറിലെല്ലാം നമുക്ക് ചെറിയ കല്ലുകടിയൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഒരു ടിപ്പിക്കൽ തമിഴ് മൂവി ആയിരിക്കും, വെട്ടും കുത്തുമായിരിക്കും. അല്ലെങ്കിൽ മലയാളികൾക്ക് പൊതുവെ ദഹിക്കാത്ത തമിഴിൻ്റെതായ കുറെ രീതികളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഓവർ എക്സ്പ്രഷൻ, കുറച്ച് ഓവർ റിയാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് സൈക്കോ ലെവലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതങ്ങനെയൊന്നുമല്ല. അതെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. പടത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതിന് ഓരോന്നിനും, ഓരോ കാര്യത്തിനും അതിന്റെ ഉത്തരങ്ങളുണ്ട്. അങ്ങനെ പടം വേറെ ലെവലാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മഹാരാജ. അതേപോലെ തന്നെ പടത്തിന്റെ കോർ അല്ലെങ്കിൽ പടത്തിന്റെ തീം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അതിനെ മനുഷ്യർക്ക്, അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ മനുഷ്യർക്ക് അത് എങ്ങനെയെല്ലാം ഇമ്പാക്റ്റ് ആകുന്നു, മനുഷ്യരുടെ ജീവിതം ഏത് രീതിയിലൊക്കെ മാറി പോകുന്നു എന്നുള്ളതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മലയാളികളെ സ്വന്തം അനൂപ് മേനോൻ പറഞ്ഞു പടം കൗരവരുടെ അതേ കഥ തന്നെയാണ് എന്ന്. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പക്ഷേ അതേ കഥ തന്നെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പടം കണ്ടവർ തന്നെ തീരുമാനിക്കണം അത് തന്നെയാണോ എന്ന്. കൗരവറിലെ ഒരു ചെറിയ പോയിന്റ് ഈ പടത്തിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് പടം ഡീൽ ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. പ്രധാനമായിട്ടും പടത്തിന്റെ ടൈം ലൈൻ വേറെ ലെവലിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നോളന് പോലും ഇത്ര ഭംഗിയായിട്ട് ടൈം ലൈൻ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നോളനെ അവരെ കടത്തിവിടുന്ന രീതിയിലാണ് പടത്തിന്റെ ടൈം ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.